ഇന്ത്യയിൽ ഇനി പ്രദർശിപ്പിക്കാൻ ഇരിക്കുന്ന ഏതൊരു സിനിമയാകട്ടെ, നിങ്ങളൊരു ഇപ്പോൾ ഓൺലൈൻ സൈറ്റ്, സെൻസർ ബോർഡ് തന്നെ ഉണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതിൽ കൃത്യമായിട്ടുള്ള നിയമവശങ്ങൾ, അതിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയാണ്, അതിൻ്റെ എല്ലാ മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഓൺലൈനിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ അതിനകത്ത് തന്നെ ഈ സിനിമയിലെ നിർമ്മാതാക്കളായാലും സംവിധായകനായാലും ഡയറക്ടേഴ്സ് ആയാലും അവർക്ക് ഒരു പേര് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യയിൽ ഇന്ന് ഏകദേശം കോടിക്കടുത്ത് സിനിമകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു പക്ഷേ സിനിമകൾ വരുമ്പോൾ പേര് മറ്റു പേരുമായിട്ട് സാമ്യപ്പെടുത്തി അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും സിനിമകൾ ഇറക്കിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവർക്ക് ചിലപ്പോൾ ഇനി സിനിമയുടെ പേര് കിട്ടാതെ ഒരു ബുദ്ധിമുട്ടാവുകയോ അങ്ങനൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സിനിമയുടെ ഇപ്പം നിലവിലുള്ള സിനിമകളുടെ പേര് എന്തായാലും നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി സിനിമകളുടെ പേര് ഉപയോഗിക്കുമ്പോൾ ഏത് പേര് ഉപയോഗിക്കണം, അത് ആ ഓൺലൈൻ സൈറ്റിൽ സെർച്ച് പോയിന്റ് ആയിട്ട് ഇടുക. അന്നേരം ആ പേര് അവിടെ ടൈപ്പ് ചെയ്യുകയും അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം പേര് മറ്റു സിനിമകൾക്കുണ്ടോ എന്നറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് അപ്രൂവൽ ആകുമോ എന്നുള്ളത് കൂടി നമുക്കറിയാൻ സാധിക്കുന്ന രീതിയിൽ ആ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലേ, എൻ്റെ ഒരു ആശങ്ക മാത്രമാണ്.